Hey everybody, welcome back to the classes. So today is the day 3 of our training, right? So day 3 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലേണിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരണം. ആൻഡ് ലെറ്റ്സ് ലേൺ ടുഗെദർ ആൻഡ് ഗ്രോ ടുഗെദർ. ഓക്കെ, മുതലുള്ള ക്ലാസ്സുകൾ കാണാൻ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റ്. സോ ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ് 1 മുതൽ കണ്ടു തുടങ്ങാം. അത് പഠിപ്പിക്കുന്നത് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പതുക്കെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാൻ. സോ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. Don't ask me, Naushad, where is English? I will give you English. I'm here to do that, but today we will see something else. Okay, so anyway, thank you so much for joining. Thank you so much for coming back. Guys, showing up is very important. You guys are coming back. So ഒരുപാട് ആളുകൾക്ക് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണത്, എന്ത് കമ്മിങ് ബാക്ക് അല്ലെങ്കിൽ ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ we have to come back daily. We have to ഷോ അപ്പ് ഡെയിലി. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ 1-2 ദിവസമൊക്കെ ഭയങ്കര ഉഷാറിലൊക്കെ വന്നു ഇരുന്നു ഒക്കെ നോക്കട്ടെ എന്നൊക്കെ വെച്ച് പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. ഒരു ഹ്യൂമൻ നേച്ചറാണത്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുക, പുതിയൊരു സ്കില്ല് അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യും, പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും യു ജസ്റ്റ് ഷോ അപ്പ്, ജസ്റ്റ് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപോവുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കയറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് മൂടുള്ള സമയത്ത് കാണാം. പക്ഷേ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യണം ഇതിനോട്. എല്ലാ ദിവസവും ഇത്ര സമയം ഞാനിതിന് മാറ്റി വെക്കും, ഇന്ന ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ ഇന്ന സമയം ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടേ കിടക്കുള്ളൂ, ഇത് ചെയ്തിട്ടേ ഞാൻ വർക്കിന് പോവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, ചെറിയ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കമ്മിറ്റ്മെൻറ്റ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, നീതി പുലർത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇത് എന്നല്ല, ഇംഗ്ലീഷ് പഠിക്കലെന്നല്ല, എന്ത് കാര്യം ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ പ്രോഗ്രസ്സുകൾ വലിയ റിസൾട്ട് അത് ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാക്കും. അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ചെറിയ സേവിങ്സ് വഴി വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ ചെറിയ എഫേർട്ട് എടുത്തപ്പോൾ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ. മൈക്രോ ഹാബിറ്റ്സ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം, അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഡിവൈഡ് യുവർ ഗോൾ ഇൻ ടു ടൈനി മെഷറബിൾ യൂണിറ്റ്സ് എന്നാണ്. അതായത് നമ്മുടെ മുന്നിൽ വലിയൊരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക, വലിയൊരു ലക്ഷ്യമുണ്ട്. സോ ആ ലക്ഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ടൈനി മെഷറബിൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ചെറുതായിരിക്കണം, നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് മെഷറബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റണം, എൻ്റെ ഈ ലക്ഷ്യത്തിന് ആവശ്യമായ എന്ന കാര്യം നമ്മൾ ചെയ്തു എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും ആ ചെറിയ ഭാഗം അച്ചീവ് ചെയ്ത് പോവുക. അപ്പോൾ എന്താവും, ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൻ്റെ ഒരു വലിയൊരു ടാസ്കിൻ്റെ ഒരു 1% ഒരു ദിവസം അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ 1% ഇല്ല, 0.5% ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് 200 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഇതാണ്. നമ്മളെന്താ വെച്ചാൽ ഇതെല്ലാം കൂടി ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് കാര്യം ചെയ്യാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആകെ കൺഫ്യൂസ്ഡായി പെർപ്ലക്സ്ഡ് ആയിട്ടിരിക്കും, സ്റ്റക്കായി പോകും നമ്മൾ, അല്ലേ? സോ അങ്ങനെ എല്ലാം കൂടി ചിന്തിക്കരുത്. ഈ സംഭവം നടക്കാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം, ഇന്നത്തെ നമ്മുടെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഇത്ര സമയം ഇപ്പോൾ എക്സ്ട്രാ കിട്ടുള്ളൂ. സോ ആ സമയം കൊണ്ട് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. എന്നിട്ട് അങ്ങനത്തെ ഒരു യൂണിറ്റ് ആക്കി വെക്കുക. സോ അങ്ങനത്തെ യൂണിറ്റ് എന്നും ചെയ്യുമ്പോൾ എന്താവും, ഈസിലി അച്ചീവ് ചെയ്യും. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമുക്ക് മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും നിങ്ങൾ you guys come back and you guys show up. So അങ്ങനെയാണ് ആക്ഷൻ ടേക്കേഴ്സ് എന്ന് പറയില്ല. നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആണ് സക്സസ്ഫുൾ ആവുള്ളൂ. നമുക്ക് വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇഫ് യു ആർ നോട്ട് റെഡി ടു ടേക്ക് ആക്ഷൻ, you guys will be the place where you are right now. Okay, സോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് അറിയണ്ടേ. നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോകുന്ന ആളുകളാണ്. സോ ഈ ലാംഗ്വേജ് പഠിച്ചത് കൊണ്ട് നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുമോ?
ചില ആളുകളുണ്ട് അങ്ങനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കണം, എന്നിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്ന് വെച്ചാൽ. സോ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് എന്താവാൻ പറ്റില്ല, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റില്ല. അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഇംഗ്ലീഷ് പഠിച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും എന്ന് നമ്മൾ തോന്നുന്നത്. സോ എല്ലാ ഭാഷയിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. മലയാളത്തിൽ നല്ല കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിലേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാൻ കഴിയുള്ളൂ. സോ എന്താണ് ഈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എന്താണ് നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് let me bring in front of you some cases people normally suffer. So ആക്ച്വലി ലെറ്റ്സ് ഡീകോഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. സോ പല ആളുകളും വന്ന് പറയുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, അതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഐ ആം ബീങ് ഓവർലുക്ക്ഡ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഐ ആം വർക്കിംഗ് ഹാർഡ് ദാൻ എവ്രി വൺ എൽസ് ബട്ട് മൈ വർക്ക് ഈസ് ബീങ് ഓവർലുക്ക്ഡ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നന്നായിട്ട് മരിച്ച് പണിയെടുക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ വർക്ക് ആരുടെയും കണ്ണിൽ പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ആളുകളുണ്ടാവും അല്ലേ. ഇപ്പം പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ പലയിടത്തും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ എന്തുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഓവർലുക്ക് ചെയ്യപ്പെടുന്നത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള കാരണം? നമുക്ക് വർക്ക് അറിയാത്തതുകൊണ്ടാണോ? അല്ല. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. നമുക്ക് അറിയുന്ന വർക്ക് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണോ? അതുമല്ല. പിന്നെ എന്താണ്? ഇവിടെ നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. സോ വേണ്ടത്ര നമ്മുടെ ഹയർ ലെവൽ മാനേജേഴ്സിനോട്, ടീം ലീഡേഴ്സിനോട്, അതുപോലെയുള്ള ആളുകളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും നമ്മളുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നത്. ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ജോലി പോലും കിട്ടാതെ നടക്കുന്ന ആളുകളായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ വേറൊരു കേസ് പറയാം. Sometimes we see less qualified people getting promoted and we will see what am I missing അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഓഫീസിലൊക്കെ നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ്, നമ്മളെക്കാൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളെ പ്രൊമോട്ട് ചെയ്യും കമ്പനി, നമ്മളെക്കാൾ ഉയർന്ന പൊസിഷനിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നമ്മളാ ചെന്നോട് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലേ, നമുക്ക് വളരെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ വിചാരിക്കുക, എന്തപ്പോൾ ഇത് സംഭവം, ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണല്ലോ, ഞാൻ ഗ്രാജുവേറ്റ് ആണല്ലോ, എന്നിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്താണ് എനിക്ക് മിസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. സോ അവിടെയും എന്തായിരിക്കും വില്ലൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയായിരിക്കും. പിന്നെ ചില ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ദേ ഹാവ് ഗ്രേറ്റ് ഐഡിയാസ് ബട്ട് ദേ ഫെയിൽ ടു പുട്ട് ഫോർവേഡ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സീനിയേഴ്സ് ഓർ ദ മാനേജേഴ്സ് ഓർ ദ പാർട്ട്നേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആളുകളുണ്ട്. അതായത് നല്ല നല്ല ഐഡിയകൾ ഉണ്ടായിരിക്കും നമ്മളുടെ അടുത്ത്, പക്ഷെ അത് പിന്നെ ഒരാളുടെ അടുത്ത് പോയി ഇപ്പോൾ ഒരു ഹയർ ലെവൽ മാനേജറുടെ അടുത്ത് പോയി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു ടീം ലീഡറുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ഒരു ഗഡ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവില്ല. സോ അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ അടുത്തുള്ള ഐഡിയകൾ നമ്മളുടെ അടുത്ത് തന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഓഫീസിൽ നടക്കുന്ന പല കാര്യങ്ങളും പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ഉണ്ടാവും. ചിലപ്പം ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡിയ ഉണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞ് ഒരു ആളാവാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല നമുക്ക്. കാരണം എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ പല ആളുകൾക്കും ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ 1 എന്ന് കമൻറ്റ് ചെയ്താൽ മതി, രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ 2 എന്ന് കമൻറ്റ് ചെയ്യുക, മൂന്നാമത് പറഞ്ഞാണെങ്കിൽ 3 എന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻ ആണെങ്കിൽ 1, 2, 3 എന്ന് അടിച്ചോ. ഇനിയും നമുക്ക് സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് നല്ല ലീഡർഷിപ്പ് റോൾസ് അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. വി വിൽ ബി റെഡി ടു ടേക്ക് അപ്പ് ലീഡർഷിപ്പ് റോൾസ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടീം ലീഡർ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനേജർ നമ്മുടെ സെക്ഷൻ മാനേജ് ചെയ്യുന്നത് വേണ്ട രീതിയിലല്ല എന്ന് നമുക്ക് അറിയുണ്ടാവും. ചിലപ്പോൾ അയാൾ അത്ര സ്കിൽഡ് ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ ശരിയല്ല, അയാൾക്ക് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും അയാൾ മാനേജർ
മേജറായിട്ട് തുടരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഇപ്പോൾ ഞാനൊക്കെയാണ് അവിടെ എന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ സംഭവം ഒക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഐഡിയ ഉണ്ടാവും. നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കണതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ആളുകളൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇതാവുന്നതൊക്കെ നമ്മൾ മനസ്സിലിരുന്ന് പകൽ കിനാവ് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണ്ടി വരും? നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടി വരും. സോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആളുകൾ നമ്മളോട് പറയാറുണ്ട്. കാരണം അപ്പോൾ ആളുകൾ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നാൻ കാരണം പലരും പിന്നെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടി കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും നൗഷാദ് കുറച്ച് ഇംഗ്ലീഷ് ഒന്ന് പഠിപ്പിച്ചു തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് സംസാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെടുത്ത് പോയി പറയുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, എന്താ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഇംഗ്ലീഷ് പഠിക്കണം തോന്നാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. ഇതല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തതുകൊണ്ടൊക്കെ നിങ്ങൾ പല സ്ഥലത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഇപ്പോൾ ചിലർ ഞാൻ പിന്നെ പറയാറുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ചില ആളുകൾ എന്തായിരിക്കും എന്നറിയോ, ബിഹൈൻഡ് ദ സീൻ എക്സ്പേർട്ട് ആയിരിക്കും. ബിഹൈൻഡ് ദ സീൻ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? സീനിലൊന്നും അവരുണ്ടാവില്ല, പക്ഷേ അവർ ബിഹൈൻഡ് ദ സീനിൽ അവർ നല്ല എക്സ്പേർട്ടായിരിക്കും. മുന്നോട്ട് വരാനുള്ള മടി എന്താണ്? ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് അറിയുന്ന ഇംഗ്ലീഷ് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല, പേടിയാണ്. ഈ പേടി എന്തുകൊണ്ടാണ്? ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പേടി വരുന്നത് അല്ലേ. എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല. സോ ആ ബോധ്യം വരുത്താനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രാക്ടീസ് പ്രോബ്ലംസ് തരുന്നത്. സോ അത് നിങ്ങൾ സോൾവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കാലം അങ്ങനെ ഇംഗ്ലീഷിലുള്ള തെറ്റുകൾ തിരുത്തിയിട്ടും ആ സെൻറ്റൻസ് ശരിയല്ല, അതിങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഇതാണ് ഏറ്റവും കറക്റ്റ്, കാരണം ഇവിടെ ഇന്നതാണ് വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം. ഈ ഒരു പരിപാടി നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനൊരു എക്സ്പേർട്ട് ആയി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഹൈൻഡ് ദ സീൻ എക്സ്പേർട്സ് ആണ് മിക്കവാറും ആളുകൾ. അവർക്ക് സീനിൻ്റെ ഫ്രണ്ടിലേക്ക് വരാനുള്ള തടസ്സം ഇസ് ഓൺലി കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പുവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. സോ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? നമ്മൾ പിന്നെ ചിലപ്പോൾ ഓഫീസിൽ മുന്നോട്ട് കയറി പോകുന്ന ആളെന്ന് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ മുന്നോട്ട് കയറി പോകുന്നു, നല്ല നല്ല പൊസിഷനിൽ എത്തുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, അവനൊക്കെ നല്ല മണിയടിച്ച് കയറി പോകുന്നതാണ് എന്നൊക്കെ പറയാം, അവനൊക്കെ ഉള്ളിൽ പിടിയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സത്യത്തിൽ അതൊന്നും ആയിക്കൊള്ളുന്നില്ല, അയാൾ നല്ല കമ്മ്യൂണിക്കേറ്റർ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ വലിയ ഒരു സ്കില്ലാണ്. നിങ്ങൾക്ക് വേറെ എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിന് നല്ല സ്കോപ്പ് ഉണ്ട്. സോ എന്താണ് ആക്ച്വലി ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കതൊന്ന് നോക്കാം. സോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഹൗ മെനി ഓഫ് യു ഹാവ് someone in your life who is unforgettable because the way they talk? I repeat the question. How many of you have someone in your life who is unforgettable only because of the way they talk? അങ്ങനെ ഒരാളുണ്ടോ നിങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിൽ? നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ. എന്താണ് ആ മറക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം? അദ്ദേഹം നമ്മളോട് സംസാരിച്ച അല്ലെങ്കിൽ പെരുമാറിയ ഒക്കെ രീതിയുടെ ഗുണം കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയുടെ പ്രത്യേകത കൊണ്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ, ഉണ്ടാവില്ലേ? ആ ഒരു സംഭവത്തിനാണ് എന്തെന്ന് പറയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുകയോ നമ്മൾ ഒരാളോട് പോയി സംസാരിക്കുകയോ ചെയ്താൽ അയാൾക്ക് പിന്നെ നമ്മളെ മറക്കാൻ സാധിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ ചില എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ചില ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അവരുടെ പീരീഡ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ആ ടീച്ചർ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സാറ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും.
അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ നമ്മുടെ ലൈഫിൽ അല്ലേ? അവരുണ്ട്, അവർ അന്ന് സ്കൂളിൽ ലീവ് അല്ല എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കൊരു എനർജിയാണ്. ചിലപ്പോൾ അവരുടെ പീരീഡ് ലാസ്റ്റ് പീരീഡൊക്കെ ആയിരിക്കും, പക്ഷേ അതുണ്ടല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിൽ പോലും ഭയങ്കര ഉഷാറായിട്ടിരിക്കും. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? അതാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിൽ ചിലപ്പം വേറെ ചില ആളുകളുണ്ടായി, ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമുക്ക് അല്ലേ? അവരുടെ അടുത്ത് നമുക്ക് എന്ത് വിഷമം വന്നാലും, എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും, എന്ത് നമ്മളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ഉടനെ നമുക്ക് അവരുടെ മുഖമാണ് വരിക. അവരെ വിളിച്ച് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ചിലപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു അങ്കിൾ, ചിലപ്പോൾ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളായിരിക്കാം, ചിലപ്പം നമ്മുടെ മാനേജറായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ അത് നന്നായിട്ട് കേട്ടിരിക്കാനൊക്കെ നമുക്ക് തോന്നും അല്ലേ? പിന്നെ അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രസൻസ് തന്നെ നമുക്കൊരു എനർജി തരും. അവരൊന്നും നമ്മളോട് പറയണമെന്നില്ല, അവരുടെ മുന്നിൽ പോയി ഇരുന്നാൽ തന്നെ, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തുണ്ട് എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. സോ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ രൂപങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രം ചെയ്യുന്നതായിരിക്കും. അതൊരു ഒരു വെർബൽ എക്സസൈസ് അല്ല. അത് ഇറ്റ്സ് ആക്ച്വലി നമ്മളൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി മേക്കിംഗ് കണക്ഷൻ. നമ്മൾ വെറുതെ കുറച്ച് വേർഡ്സ് ഡെലിവർ ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ അയാളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് വി ഫെയിൽ ടു മേക്ക് ദാറ്റ് കണക്ഷൻ, അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫെയിൽഡ്, റൈറ്റ്? സോ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയാം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി മേക്കിംഗ് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ്, ലാസ്റ്റിംഗ് മെമ്മറീസ്. സോ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ, നമ്മളൊരാളോട് സംസാരിച്ചു, നമ്മളൊരാളെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മളെ മീറ്റ് ചെയ്തു, നമുക്ക് അയാളുമായി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അയാളിൽ എന്തെങ്കിലും ഒരു ലാസ്റ്റിംഗ് മെമ്മറി, ലാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പൂറാണെന്ന് മനസ്സിലാക്കണം. സോ അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല, അങ്ങനത്തെ ആളുകൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തില്ല. ഇനി എത്തിയാലും അവരവിടെ ഫെയിൽ ആവും അല്ലേ? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതൊരു ടൂളാണ്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേറൊരു ആർട്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ അടുത്ത് ടൂൾ ഉണ്ടായത് കൊണ്ട് മാത്രം, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ടൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, ഇങ്ങനത്തെ ഒക്കെ ടൂൾസ് ഉണ്ട്. അതുണ്ടെങ്കിൽ പോലും നമ്മുടെ വണ്ടി കേട് വന്നാൽ നമുക്കത് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. സോ ടൂൾസ് വേണം, അതോടൊപ്പം വണ്ടി നന്നാക്കാനും അറിയണം. ഇതുപോലെയാണ് ലാംഗ്വേജ് അറിയണം, അതോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിയണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുപോലെ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുള്ളൂ. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഈസ് മൈ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ, അപ്പം നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാറ്റ് GPT ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് ഡെഫിനിഷൻ കിട്ടും. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രാക്ടിക്കലി മൈ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫീഡ്ബാക്ക് വി റിസീവ് ഫ്രം ദ പേഴ്സൺ വിത്ത് വി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അയാളായിട്ട് നമുക്കൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ അയാളുമായി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ. അതൊന്നുമില്ല, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, മുന്നിലിരിക്കുന്നവരെന്തൊക്കെയോ കേട്ടു, അവരവരുടെ സമയമായപ്പോൾ പോയി, ഞാൻ എൻ്റെ സമയമായപ്പോൾ പോയി. ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേഷൻ. സോ ഇനി നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? അത്തരം കാര്യങ്ങൾ നമ്മളുടെ അപ്കമിങ് വീഡിയോസിൽ ചില ഇടയിലിടയിൽ ഞാൻ അതിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. എല്ലാം കൂടി നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ സാധിക്കില്ല. ഇന്നത്തെ വീഡിയോയുടെ ടേക്ക് അവേ എന്ന് പറയുന്നത്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ഇഫക്റ്റാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മറ്റേ ആളിൽ ഉണ്ടായത് എന്ന് നോക്കുക. അത് ഞാൻ ഈ പറഞ്ഞ ഇഫക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ആക്ച്വലി കമ്മ്യൂണിക്കേറ്റഡ്. അല്ലാന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഡിഡ് എ വെർബൽ എക്സസൈസ്. വെറുതെ കുറേ വാക്കുകൾ പറഞ്ഞിട്ടു പോയി, അത് എവിടെയോ എത്തി എന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ് വാസ് എ ക്വിക്ക് ലുക്ക് ഓൺ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, വാട്ട്
is the expected impact of a better communication. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് a lot for joining me today. So be with me. എല്ലാവരും ലാസ്റ്റ് പോകുമ്പോൾ ഒരു താങ്ക് യു അടിച്ചിട്ട് പോടും. ആളുകൾ ആരും താങ്ക്സ് തരുന്നില്ല എനിക്ക്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, കഴിഞ്ഞ് പോകുമ്പോൾ ഒരു താങ്ക് യു അടിച്ചിട്ട് പോവുക. അത് ഇറ്റ് ഗിവ്സ് മീ മോർ എനർജി ആൻഡ് the more people thank me, I will bring in more valuable lessons for you guys. Okay, so thanks a lot for joining. See you in the next class. Till then, goodbye.